കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജടായുപ്പാറ. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ എം.സി. റോഡിന് സമീപത്താണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. രാമായണത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജടായു തടഞ്ഞു. രാവണന്റെ വെട്ടേറ്റ് ജടായു വീണത് ഈ പാറയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജടായുപ്പാറ രാമായണത്തിലെ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന സ്ഥലമാണ്. വനവാസക്കാലത്ത് രാമനും സീതയും ലക്ഷ്മണനും ഇവിടെയും എത്തിയിരുന്നുവത്രേ. സീതയെ തനിച്ചാക്കി രാമനും ലക്ഷ്മണനും പോയ സമയം നോക്കിയെത്തിയ രാവണൻ സീതയെ അപഹരിക്കുവാൻ ശ്രമിച്ച കഥ നമുക്കറിയാവുന്നതാണല്ലോ. സീതാപഹരണം പരാജയപ്പെടുത്തുവാനായി പക്ഷിഭീമനായ ജടായു ശ്രമിച്ചപ്പോൾ രാവണൻ തന്റെ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിന്റെ ചിറകുകൾ അരിഞ്ഞു. അങ്ങനെ ജടായു നിലം പതിച്ച സ്ഥലമാണ് ജടായുപ്പാറ എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. കേരളം ലോകത്തിന് കാണിച്ചു കൊടുത്ത അദ്ഭുത കാഴ്ചകളിലൊന്നാണ് ജടായുപ്പാറയും അതിലെ പക്ഷിഭീമന്റെ ശില്പവും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജടായു കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജടായു നേച്ചർ പാർക്ക് അഥവാ ജടായു എർത്ത് സെന്റർ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ നമ്മളെ മറ്റൊരു ലോകത്തെത്തിക്കുന്ന തരത്തിലുള്ളവയാണ്. പക്ഷിശ്രേഷ്ഠനായ ജടായു ചിററ്റു വീണ് കിടക്കുന്ന രൂപത്തിലുള്ള ശില്പം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടി ഉയരത്തിലാണുള്ളത്. ഇവിടുത്തെ കേബിൾ കാറിലുള്ള യാത്രയ്ക്കും സാഹസിക അനുഭവങ്ങൾക്കൊപ്പം തന്നെ പരാമർശിക്കേണ്ട ഒന്നാണ് ജടായു രാമക്ഷേത്രം എന്ന കോദണ്ഡരാമക്ഷേത്രം. ജടായുവിന്റെ കാഴ്ച പോലെ തന്നെ മനോഹരമായ ഈ ക്ഷേത്ര നിർമ്മിതി പഴയകാല വിശ്വാസങ്ങളിലേക്ക് സന്ദർശകരെ കൊണ്ടുചെല്ലുന്നു. കൊല്ലം തിരുവനന്തപുരം റോഡിൽ പാരിപ്പള്ളി എന്ന സ്ഥലത്തു നിന്നുമാണ് ഇവിടേക്ക് തിരിയേണ്ടത്. ചടയമംഗലത്തു നിന്നും 2 കിലോമീറ്ററിൽ താഴെ മാത്രമേ ജടായുപ്പാറയിലേക്ക് ദൂരമുള്ളൂ. ചടയമംഗലത്തു എത്തിയാൽ ഇവിടെ നിന്നും ഓട്ടോയ്ക്ക് ജടായുവിലെത്താം.